നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. നമ്മളെ ജമന്തി കൃഷിയെ കുറിച്ചാട്ടോ ഒന്ന് പറയുന്നത്. നമ്മളെ ജൈവിക കുടുംബശ്രീ പ്ലാൻ നഴ്സറി മലപ്പുറം കോട്ടയ്ക്കൽ തൈകൾ വന്നിട്ടുണ്ട്. 5 ഇനങ്ങളുണ്ട്. മഞ്ഞ, വെള്ള, പർപ്പിള്, വയലറ്റ്, പിങ്ക് ഒക്കെ കളറുകളിൽ, ചോക്ലേറ്റ് കളറിലൊക്കെ ഉള്ള 5 കളറാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ നടീൽ കാര്യങ്ങൾ അറിയേണ്ടത്, നമുക്ക് ഇത് ചെണ്ടുമല്ലി പോലെയല്ല, കുറച്ചും കൂടി സമയമെടുക്കും ഇത് അതിലെ പൂവുണ്ടാവാൻ. അപ്പോൾ ഇതിൻ്റെ നടീൽ കാര്യം, ഇപ്പോൾ ട്രെയിൽ തയ്യാറാക്കിയ ഈ തൈകൾ, ഇതിപ്പോൾ ഒരു തൈ എന്താ അങ്ങനെ നല്ല വേരുപടലങ്ങളുള്ള ഒരു തൈയാണ് കേട്ടോ. ഇങ്ങനത്തെ തൈയാണ് നമ്മൾ വെക്കുന്നത്. ഈ തൈ എങ്ങനെ കുഴിച്ചിടണം എന്നുള്ള കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് 2 രീതിയിൽ കുഴിച്ചിടാം. നല്ല വെയിലുള്ള സ്ഥലത്ത് വാരം കോരിയിട്ട് തിണ്ട് പോലെ ഉണ്ടാക്കിയിട്ട്, ഈ തിണ്ട് ഉണ്ടാക്കുമ്പോൾ മണ്ണ് കോരിയിട്ടതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ നല്ലൊരളവിൽ കരിയിലകൾ വിതരണം. നന്നായി കരിയിലകൾ വിതറുക. കരിയിലകളുടെ മുകളിൽ ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പും മണ്ണാക്കുക. നിങ്ങൾക്ക് എന്ത് ജൈവവള കിട്ടണ വെച്ചാൽ, ഇപ്പോൾ ഇനി കോഴിക്കാഷ്ട കിട്ടണ വെച്ചാൽ അത് ഒരു ലെയർ ലൈറ്റായിട്ട്, കോഴിക്കാഷ്ടാണെങ്കിൽ ലൈറ്റായിട്ട്, മറ്റു വളങ്ങളാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക. ഒന്ന് വെതറി കൊടുക്കുക. വെതറി കൊടുത്തതിൻ്റെ ശേഷം ഒരു 1.5 ഇഞ്ച് കനത്തിൽ, 2 ഇഞ്ച് കനത്തിലെങ്കിലും അതിൻ്റെ മേലെ മണ്ണിടണം കേട്ടോ. മണ്ണിട്ട് കൊടുക്കുക. അങ്ങനെ ആ വരമ്പ് ഉണ്ടാക്കിയതിൻ്റെ ശേഷം വരമ്പിൽ ഒരു 20 സെൻറ്റിമീറ്റർ 25 സെൻറ്റിമീറ്റർ അകലത്തിൽ നിങ്ങൾക്ക് ഓരോ തൈ നടാം. ഇത് ചട്ടിയിലാണ് നടുന്നതെങ്കിൽ നിങ്ങൾ ചട്ടിയിൽ പോട്ടിംഗ് മിക്സ് ചേർക്കും. മണ്ണും മണലും ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റ് ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് വെക്കില്ലേ, ആ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു കൊത്ത് ഈ പോട്ടിംഗ് മിക്സ് ഇട്ട് കഴിഞ്ഞാൽ 2 പിടി കരിയിലകൾ ഇടുക. വീണ്ടും കുറച്ച് പോട്ടിംഗ് മിക്സ് ഇടുക, കരിയിലകൾ ഇടുക. എന്നിട്ട് അതിൻ്റെ മേലെ പോട്ടിംഗ് മിക്സ് നിറച്ച് അതിൻ്റെ മേലെ തൈ വയ്ക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ കരിയിലകളുടെ പ്രത്യേകത എന്താ അറിയോ, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കും, മണ്ണിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കും. ചാണകപ്പൊടിയും കൂടി കിട്ടുമ്പോൾ അത് ഡബിളാവും. അങ്ങനെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിച്ചാൽ അതിലാണ് നമ്മൾ തൈ വയ്ക്കുക വെച്ചാൽ അത്ര ഗ്രോത്താണ്. അതാണ് ചെയ്യേണ്ടത്. ഇനി തൈ നടീലിൻ്റെ കാര്യം, ഈ തൈ നടുമ്പോൾ ശ്രദ്ധിക്കുക, ഈ തൈ ഇങ്ങനെ കുത്തനെ നടാതിരിക്കുക. ഒന്ന് ചെരിച്ച് നടണം. ചെടി എപ്പോഴും ഒന്ന് ഇങ്ങനെ ചെരിച്ച് വെച്ച്, മണ്ണിനോട് ചേർത്ത് ചെരിച്ച് വെച്ച് നടുക. ഇങ്ങനെ നടുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ, ഇതിങ്ങനെ ചെരിച്ച് നടുന്ന ഒരു തൈയാണ്. ചെരിച്ച് നമ്മൾ ഇങ്ങനെ നട്ടുവെച്ചാൽ ഈ ഭാഗം മണ്ണിനോട് ചേരും. ഈ ഭാഗം മണ്ണിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ വേര് വരാൻ തുടങ്ങും. ആ വേര് വരാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പുതിയ ബ്രാഞ്ച് പൊന്തും. അതിനാണ് നമ്മൾ ചെരിച്ച് നടുന്നത്. ചെരിച്ച് നട്ടതിൻ്റെ ശേഷം നിങ്ങൾ നട്ട അന്ന് വളമൊക്കെ കൊടുത്ത് നട്ടതിൻ്റെ ശേഷം വെള്ളമൊക്കെ ഒഴിച്ചു. ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ, അതായത് തൈ നട്ട് 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളം കൊണ്ട് നന്നായി നനയ്ക്കുക. അങ്ങനെ 3 ദിവസം കൂടുമ്പോൾ കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളം കൊണ്ട് നനയ്ക്കുക. അല്ലാത്ത ദിവസം സാധാരണ വെള്ളം കൊണ്ട് നനയ്ക്കുക. 10 ദിവസം ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തലപ്പ് മുറിക്കുക. അപ്പോഴേക്ക് നോക്കിയാൽ അറിയാം, ഈ ചെരിച്ച് വെച്ചത് കാരണം ആ മണ്ണിനോട് അടുത്തേക്ക് വരുന്ന ഭാഗങ്ങൾ ഇങ്ങനെ തൂങ്ങിയിട്ട് മണ്ണുമിക്ക് ടച്ചായിട്ട് അവിടെ വേര് വരാൻ തുടങ്ങും. അങ്ങനെ 10 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ, മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി പൗഡർ ആക്കിയിട്ട് കിട്ടിയത് കുറച്ച് കരിയിലപ്പൊടി പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഈ മണ്ണിനോട് ചേർന്ന ഭാഗത്തിൽ, ഇത് ചെരിച്ച് നട്ട ഈ മണ്ണിനോട് ചേർന്ന് വരുന്ന ഈ നോടുകളിൽ ആ ഭാഗത്തേക്ക് ഇങ്ങനെ വെതറി കൊടുക്കുക. കടക്കിലും ഈ ചെരിഞ്ഞ് കിടക്കുന്ന ഭാഗത്തേക്കും വെതറി കൊടുക്കുക. വെതറി കൊടുത്തിട്ട് ഈ വരമ്പത്തുള്ള പൊടിമണ്ണ് ലേശം ചെത്തി ഇങ്ങനെ ആ ഭാഗത്തേക്ക് ഒന്ന് കൂട്ടി കൊടുക്കുക. നമ്മൾ ചെരിഞ്ഞ് കിടക്കുന്ന ആ ഭാഗത്തേക്ക് കൂട്ടി കൊടുക്കുക. അപ്പോൾ അവിടെ ധാരാളം വേര് വരും. തലമുറിക്കും ചെയ്തുല്ലോ. പിന്നെ അങ്ങോട്ട് പൊട്ടിത്തഴച്ച് വളരും. തൈ നട്ട് 10 ദിവസം കഴിഞ്ഞാൽ തലമുറിക്കുക. അത് കഴിഞ്ഞ് ഒരു 5 ദിവസത്തിൻ്റെ ഉള്ളിൽ, അതായത് തല മുറിച്ചതിൻ്റെ ശേഷം ഉള്ള ദിവസങ്ങളിൽ രാസവളമാണെങ്കിൽ നിങ്ങൾക്ക് 30-10-10 സ്പ്രേ ചെയ്യാം. 7 ദിവസത്തെ ഇടവേളകളിൽ 30-10-10 സ്പ്രേ ചെയ്യാം. അല്ല, തൈ നട്ട് 10 ദിവസം ആയി കഴിഞ്ഞാൽ 10 ദിവസത്തിൻ്റെ ഉള്ളിലും ചെയ്യാം. തൈ നട്ട് ഒരു 5 ദിവസം കഴിഞ്ഞാലും ചെയ്യാം. ഒരു 1/4 സ്പൂൺ DAP ചെടിയുടെ ചുവട്ടിൽ നിന്നും 15 സെൻറ്റിമീറ്റർ ദൂരത്തേക്ക് ഒരു 1/4 സ്പൂൺ DAP ഇട്ട് കൊടുക്കുക. DAP ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആദ്യം നന്നായി ഒരു നനയ്ക്കുക. ആ നനഞ്ഞിരിക്കുന്ന സമയത്ത് DAP 15 സെൻറ്റിമീറ്റർ അകലത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓരോ 10 ദിവസം കൂടുമ്പോഴും DAP ഓരോ 1/4 സ്പൂൺ കൊടുക്കുക. ഇതാണ് തുടക്കത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു 1-1.5 മാസം നന്നായി വളർത്തുക. ചില ഇനങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, വേഗത്തിൽ മുട്ട് വരും. മുട്ട് വരികയാണെങ്കിൽ ആ മുട്ടൊക്കെ നിങ്ങൾ കത്രിക ഉപയോഗിച്ച് മുറിച്ച് കളഞ്ഞോളൂ. പിന്നെ സാഫ് ഫഞ്ചിസൈഡൊന്നും കാര്യമായി ഉപയോഗിക്കേണ്ടി വരില്ല ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ
ചൂടുകാലല്ലേ, പൂപ്പലൊന്നും അങ്ങനെ കാര്യമില്ല. ഈ രീതി ഇങ്ങനെ തുടർന്ന് പോയിട്ട് ഒരു 1.5 മാസം വരെ ഈ നൈട്രജൻ ഫോസ്ഫേറ്റ് വളങ്ങൾ, എല്ലുപൊടി, വേപ്പുമണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ്, ചാണകപ്പൊടി പോലത്തെ സാധനങ്ങൾ, അതുപോലെ നമ്മളെ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചൊക്കെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് പോയിക്കോളൂ. ഇനി എല്ലാ രാസവളം കൊടുക്കുന്ന ആണെങ്കിൽ 30, 10, 10, 7 ദിവസം കൂടുമ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ. DAP കൊടുക്കാം. ഇതൊക്കെ കൊടുത്തു പോയിട്ട് ഒരു 1.5 മാസമൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ പൂ വേണ്ടത് ആ സമയത്ത് ജൈവ രീതിയിലാണെങ്കിൽ കുറച്ച് വെണ്ണീറിട്ട് കൊടുക്കുക. രാസരീതിയിലാണെങ്കിൽ പൊട്ടാഷ് ഒരു 1/4 സ്പൂൺ പൊട്ടാഷ് ഇട്ട് കൊടുക്കുക. ഒരു 10 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഒരു 1/4 സ്പൂൺ പൊട്ടാഷ് ഇട്ട് കൊടുക്കുക. ഇനി ഇലയമടിക്കുന്ന വളമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ 13, 27 എടുക്കുക. അത് ഒരു 7 ദിവസം കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് കൃത്യമായ രീതിയിൽ ഇങ്ങനെ പോയിക്കോളൂ. ധാരാളം പൂവ് കിട്ടും. മുട്ട ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വിരിഞ്ഞു തുടങ്ങുന്നത്. പിന്നെ കാര്യമായ കീടത്തിൻ്റെ പ്രശ്നമൊന്നും വരിക. കീടനിയന്ത്രണത്തിന് നിങ്ങളെ സോപ്പ്, വേപ്പെണ്ണ, കഞ്ഞിവെള്ളത്തിൻ്റെ ഒക്കെ സാധനങ്ങൾ കൊടുത്താൽ മതി. അത്ര ആവശ്യമാണെങ്കിൽ മാത്രം രാസകീടനാശിനി ഉപയോഗിക്കുക, നിയന്ത്രിതമായ തോതിൽ. അപ്പോൾ ഈ ജമന്തി നല്ല ഒരു മാർക്കറ്റുള്ള ഒരു സാധനമാണ്. മാർക്കറ്റ് നമ്മൾ കണ്ടെത്തണം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ആൾ വാങ്ങാൻ വരുന്നില്ല എന്ന് പറയും. പൂക്കടക്കാരോടൊക്കെ ചോദിച്ചിട്ട് ക്ഷേത്രങ്ങളടുത്തുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ജൈവ വളങ്ങളെ നല്ല രീതിയിൽ ആഗിരണം ചെയ്ത് വലിച്ചെടുത്ത് നല്ല രീതിയിൽ പുഷ്പിക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് ഇത്. പല കളറുണ്ട്, നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൈകളും നമ്മളിവിടെ ലഭ്യമാണ്. നിങ്ങൾ വിളിച്ചാൽ ഇതിൻ്റെ പരിചരണ രീതി ഡീറ്റെയിൽ ആയിട്ട് ഇനി അറിയണം എന്നുള്ള ആളുകൾക്ക് പറഞ്ഞു തരാം. ഇതിൻ്റെ സമയക്രമം, അതേപോലെ പൂവുണ്ടാവുന്നതൊക്കെ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തന്നു. ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. തൈകൾ വേണ്ട ആൾക്കാർ ഇപ്പം തന്നെ വിളിച്ചോളൂ. താങ്ക്